കാസ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ അത് എൻ്റെ പലപ്പോഴും ഞാൻ ഒരു 100 പേര് പോലും അതിലുണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ 100 പേര് വേണ്ടല്ലോ ഇവിടെ കലാപങ്ങളും നുണ പ്രചരിപ്പിക്കും. രണ്ട് പേരോ 10 പേരോ വിചാരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നുണയെ വിദ്വേഷത്തെ ലോകമാകെ പ്രചരിപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരുടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മുഴുവനും വോട്ട് സമാഹരിക്കാമെന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് നിരർത്ഥകമായിട്ടുള്ള സംഭവം. ഒരുപക്ഷെ മുൻ കാലഘട്ടങ്ങൾ അതൊക്കെ സാധ്യമായിരിക്കാം, ഒരു ഇടയലേഖനമൊക്കെ. പക്ഷേ ജനങ്ങൾ ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നതാണ്. വിശ്വാസ സമൂഹം ഒരു മെത്രാൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെയോ തീട്ടൂരങ്ങൾക്ക് നിന്നുകൊടുക്കുന്ന ആളുകളല്ല. അവർ നീതിക്കും സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഈ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞില്ല ഒട്ടേറെ താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയത ഞാൻ അങ്ങ് ഉപയോഗിച്ച പേര് പറയാൻ പോലും ഞാൻ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിലഷണീയമായ സംഗതിയാണ്. ക്രൈസ്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു അവ്യക്തതയുണ്ട്. ഇതൊരു ഒറ്റ സമൂഹമാണ്. ഇതിനകത്ത് എന്താണ് ജാക്കോബായ, എന്താണ് മാർത്തോമായ, എന്താണ് മറ്റ് വിഭാഗങ്ങൾ, ആരാണ് കുപ്പായമുള്ളത്, കുപ്പായത്തിന് ഇടക്കെട്ടുള്ളവർ, തലയിൽ തൊപ്പിയുള്ളവർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു അവ്യക്തതകൾ പൊതുസമൂഹത്തിനുണ്ട്. പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള പ്രിയപ്പെട്ട ഷിബി പീറ്ററാണ് നമ്മുടെ കൂടെയുള്ളത്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹവുമായി സംസാരിക്കേണ്ടതുണ്ട്. പ്രധാനമായിട്ടും സാഗർ ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ പ്രവർത്തന മേഖലകൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. പ്രത്യേകിച്ചും പിന്നോക്ക ക്രൈസ്തവർക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത് 18ഓളം സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പോൾ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ നിലവിൽ അങ്ങയുടെ ഈ രംഗത്തുള്ള പ്രവർത്തന ശൈലി എന്താണ് എന്നാണ് അറിയേണ്ടത്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് എന്ന് പറയുന്നത് കേരളത്തിലെ മർത്തോമ, ഓർത്തഡോക്സ്, ജാക്കോബൈറ്റ്, CSI, സാൽവേഷൻ ആർമി തുടങ്ങി ഏകദേശം 18ഓളം ക്രൈസ്തവ സഭകളുടെയും YMCA, YWCA തുടങ്ങിയ 21ഓളം ക്രൈസ്തവ സംഘടനകളുടെയും പൊതുവേദിയാണ്. ഇത് 1940കളിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം, അതിൻ്റെ പ്രാരംഭ ആലോചനകൾ നടക്കുന്നത് കേരളത്തിൽ. അതിൻ്റേതായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ചില പശ്ചാത്തലങ്ങളുണ്ട്. അതിനുശേഷം 1943 ഔദ്യോഗികമായിട്ട് കേരള ക്രിസ്ത്യൻ കൗൺസിൽ ഫോം ചെയ്തു. അപ്പോൾ ആദ്യകാലത്ത് മർത്തോമ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ കേരളത്തിലെ അന്നത്തെ തിരുവിതാംകൂർ കൊച്ചി ഡയോസിസ് എന്നീ 2 സഭകളാണ് പ്രധാനമായിട്ടും അതിന് നേതൃത്വം നൽകിയത്. പിൽക്കാലത്ത് ഒട്ടേറെ സഭകൾ, ഓർത്തഡോക്സ്, ജാക്കബൈറ്റ് സഭകളും ലൂഥറൻ, സാൽവേഷൻ ആർമി തുടങ്ങിയ നിരവധി സഭകളും ഈ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇപ്പോൾ നിലവിൽ കത്തോലിക്ക സഭയും പെന്തക്കോസ്റ്റൽ സഭകളും ഒഴികെയുള്ള എല്ലാ സഭകളും പോലെയുള്ള സഭകളില്ല. കാരണം കത്തോലിക്ക സഭകൾക്ക് അവരുടേതായിട്ടുള്ള CBCI ഉണ്ട്. സമാനമായി പ്രൊട്ടസ്റ്റന്റ് സഭകളുടെയും ഈസ്റ്റേൺ ചർച്ചസിൻ്റെയും പൊതുവേദിയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. അതോടൊപ്പമാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ YMCA, YWCA പോലെയുള്ള ബ്ലൈൻഡ് സ്കൂൾ, മാങ്ങാനം ക്രൈസ്തവാശ്രമം തുടങ്ങിയ നിരവധിയായിട്ടുള്ള ക്രൈസ്തവ സംഘടനകളുടെയും കൂടെ പൊതുവേദിയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. എന്താണ് പ്രധാനപ്പെട്ട ആക്ടിവിറ്റീസ്? കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ഒരു എക്യുമെനിക്കൽ ബോഡിയാണ്. എക്യുമെനിക്കൽ എന്ന് പറഞ്ഞാൽ, എക്യുമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭകളുടെ ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. എന്നാൽ സഭകളുടെ ഐക്യം എന്ന് പറയുമ്പോൾ അത് സഭകൾ മാത്രമുള്ള ഡയലോഗും സഭകൾ മാത്രമായിട്ടുള്ള ഒരു കൂട്ടായ്മയുമല്ല. ആ സഭകൾ നിലനിൽക്കുന്ന കേരളത്തിൻ്റെ പൊതു സാഹചര്യത്തിൽ അതിൻ്റെ സാമൂഹ്യധർമ്മം എന്താണ്, സഭകളുടെ സമകാലിക സാമൂഹ്യധർമ്മം എന്ന് ചർച്ച ചെയ്യുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് സഭകളെയും സംഘടനകളെയും പ്രേരിപ്പിക്കുകയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം. ഈ കേരളത്തിൽ ഈയിടെയായിട്ട് ഈ മതന്യൂനപക്ഷങ്ങൾ തമ്മിൽ, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു അപരിചിതത്വം ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ കേരളം അങ്ങനെ ആയിരുന്നില്ല എന്നതാണ് ചരിത്രം. അതായത് പ്രത്യേകിച്ചും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഈഴവരുമൊക്കെ ഒന്നിച്ചു നിന്ന 1930കളിലെ നിവർത്തന പ്രക്ഷോഭം ഉൾപ്പെടെ ഒരുപാട് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അതെ, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഈയിടെയായിട്ട്. എന്താണ് ഈ മാറ്റത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അങ്ങ് വിലയിരുത്തുന്നത്? അങ്ങ് പറഞ്ഞതുപോലെ
നമ്മുടെ കേരളം വാസ്തവത്തിൽ അത് ഒട്ടേറെ പ്രതിസന്ധികളുടെ, ചരിത്രപരമായിട്ടുള്ള വിവേചനങ്ങളുടെ, ചരിത്രപരമായിട്ടുള്ള തിരസ്കാരങ്ങളുടെ, ഒട്ടേറെ സാമൂഹിക സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളതാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ കേരളം ഒരു സ്വയം പ്രഖ്യാപിത ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു. ഹിന്ദു സോഷ്യൽ ഓർഡർ ആയിരുന്നു ഇവിടുത്തെ നിയമം. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും തിരുവിതാംകൂറിൽ പ്രത്യേകിച്ച്. അപ്പോൾ ആ തിരുവിതാംകൂറിലെ ഹൈന്ദവ സാമൂഹ്യ ക്രമത്തിനനുസരിച്ച് ജാതി ഒരു വലിയൊരു സാമൂഹ്യ വ്യവസ്ഥയായിട്ട് നിൽക്കുകയും അത് ജനങ്ങളെ, സാമൂഹ്യ വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കുകയും ഒറ്റപ്പെടുത്തുകയും കലാപങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഇടവരുത്തുകയും ചെയ്യും. പ്രധാനമായിട്ടും പ്രാതിനിധ്യത്തിന്റെ വിഷയം തന്നെയാണ്. അതെ, പ്രാതിനിധ്യത്തിൻ്റെ മാത്രമല്ല, മുഖ്യധാരയിൽ പ്രാതിനിധ്യം എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഭരണക്രമത്തിലോട്ടുള്ള പ്രാതിനിധ്യം മാത്രമല്ല, മനുഷ്യൻ്റെ അന്തസ്സിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ്, മനുഷ്യാളത്വത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളാണ്. അതിനെയാണല്ലോ നമ്മൾ പൊതുവെ കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹം, ഈ ക്രൈസ്തവ സമൂഹത്തിനും ഇസ്ലാം മതത്തിനും ഉള്ള ഒരു പൊതുവായിട്ടുള്ള സംഗതി, ഇത് രണ്ടും ഹിന്ദു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള രണ്ട് ദർശനങ്ങളും ദൈവശാസ്ത്രങ്ങളും ലോകവീക്ഷണങ്ങളുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹിന്ദു സാമൂഹ്യ വ്യവസ്ഥയുടെ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയുടെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരുന്ന മനുഷ്യർ അവരുടെ മോചനത്തിൻ്റെ വഴിയായിട്ട്, അല്ലെങ്കിൽ അതൊരു മതപരിവർത്തനം, അതിനാണ് നമ്മൾ മതപരിവർത്തനമെന്ന് സാമൂഹിക ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ രണ്ട് സാമൂഹിക സാധ്യതകളെ, വിമോചന സാധ്യതകളെ ഈ ഒരു പോരാട്ടത്തിൻ്റെ, അതായത് പോരാട്ടത്തിൻ്റെ സാധ്യതയായി, വിമോചനത്തിൻ്റെ സാധ്യതയായിട്ട് കാണുകയുണ്ടായി. നമുക്കറിയാം, ഇപ്പം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ ഇത്തരമുള്ള ഈഴവ സമുദായത്തിനകത്തിൽ നിന്ന് വലിയ തോതിൽ ക്രൈസ്തവ മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടായി. ഇപ്പോൾ CV കുഞ്ഞിരാമനെ പോലെയുള്ളവരുടെ ഗ്രന്ഥങ്ങൾ നമ്മളെ അത് ചരിത്രത്തിൽ അത് പഠിപ്പിക്കുന്നു. ഇസ്ലാം മതത്തിലോട്ടുള്ള ഒരു വലിയൊരു വിഭാഗം ഇസ്ലാം മതം സ്വീകരിക്കാനായിട്ട് പോകുന്നു. സഹോദരൻ അയ്യപ്പനെ പോലുള്ളവർ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതെ, അപ്പം പ്രധാനമായിട്ടും 3 ധാരകൾ ഉയർന്നു വരുന്നുണ്ട്. അത് ഒന്ന്, ഒരു മതസ്വീകാരം, അത് ക്രൈസ്തവ മതം അല്ലെങ്കിൽ ഇസ്ലാം മതം. 2, അതല്ലെങ്കിൽ ബുദ്ധമതം എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നു. 3, ഒരു മതങ്ങളും വേണ്ട, വളരെ യുക്തിചിന്തയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യരുടെ വിമോചനത്തെ മാത്രം കേന്ദ്രീകരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൻ്റെ ഒരു വലിയൊരു അടിത്തറയായിട്ട് ഇത് ചെയ്തത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 1930കളുടെ തുടക്കത്തിൽ തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് അസംബ്ലിയിൽ, തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മതിയായ പ്രാതിനിധ്യവും അല്ലെങ്കിൽ അന്നത്തെ സ്റ്റേറ്റിൻ്റെ പ്രിവിലേജുകളിൽ തിരസ്കാരം നേരിട്ട ജനതകൾ എന്ന നിലയിലാണ് 1930കളുടെ തുടക്കത്തിൽ ഒരു നിവർത്തന പ്രക്ഷോഭം കേരളത്തിൽ ആരംഭിക്കുന്നത്. ബ്രാഹ്മണ ഉദ്യോഗസ്ഥരുടെ ആധിപത്യം ഒരു മലയാളി ബ്രാഹ്മണ നായർ ആധിപത്യത്തിനെതിരെയാണ് ആ ഒരു പോരാട്ടം തുടക്കം കുറിക്കുന്നത്. അതിനെ തുടർന്ന് 1937 തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ് മുസ്ലിം, ക്രിസ്ത്യൻ, ഈഴവ വിഭാഗങ്ങളുടെ ഒരു ഐക്യ മുന്നണി രൂപീകരിക്കുന്നതും അത് അന്നത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഇതൊരു സാമുദായിക ഐക്യമായിട്ടല്ല കാണുന്നത്. നമ്മൾ ഇന്ന് കാണുന്ന പോലെ ഒരു പ്രബല സമുദായങ്ങളുടെ ഐക്യമല്ല. സാമൂഹിക പങ്കാളിത്തത്തിൽ, നമ്മൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള പ്രതിനിധാന രാഷ്ട്രീയത്തിൽ ഓരങ്ങളിലേക്ക് തള്ളം മാറ്റപ്പെട്ട ജനങ്ങളെന്ന നിലയിൽ അവരുടെ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് അങ്ങേക്ക് അറിയാമല്ലോ, ഈഴവ സമൂഹത്തിൽ ഒട്ടേറെ സാമൂഹ്യ നവോത്ഥാന ചിന്തകൾ, കുമാരനാശാൻ തുടങ്ങി ഒട്ടേറെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകളുടെ തുടങ്ങി ശ്രീനാരായണ ഗുരു ദർശനങ്ങൾ തുടങ്ങി പ്രേരിതമായ ഹിന്ദു സോഷ്യൽ വ്യവസ്ഥയെ ചലഞ്ച് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം കൂടിയാണല്ലോ ഈഴവ സമൂഹം. ആ ശ്രീനാരായണീയ ദർശനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിലും, അതുപോലെ തന്നെ ക്രൈസ്തവ ദർശനങ്ങളുടെയും അല്ലെങ്കിൽ ഇസ്ലാം ലോകവീക്ഷണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഞാനത് പറയുന്നത്, ഇത് ഈ 3 വിഭാഗങ്ങൾക്കും ഒരു സമാനതയുള്ളത്, ഇത് 3ഉം ഹിന്ദു സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് വെളിയിൽ ഉള്ള പ്രത്യയശാസ്ത്രങ്ങളോ അല്ലെങ്കിൽ ദൈവശാസ്ത്ര ദർശനങ്ങളോ ആണ്. അതെന്തു തന്നെയായിരുന്നാലും ഈ 3 സമുദായങ്ങളും ചേർന്നിട്ടാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിൽ പങ്കാളികളാകുന്നതും അന്നത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതും ഒക്കെ നമ്മൾ കാണുന്നത്. ഇപ്പം നിവർത്തന പ്രക്ഷോഭത്തിന് കേരളത്തിൽ വലിയൊരു പ്രാധാന്യം ഉണ്ട്. നമ്മളിന്ന് നോക്കുക
നോക്കുമ്പോൾ അതിന് ശേഷമാണ് ഒരുപക്ഷെ സാമുദായികമായിട്ടുള്ള ജനങ്ങളുടെ, നമ്മൾ ഇന്ന് അതിന് പിൽക്കാലത്ത് നമ്മളതിന് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്നൊക്കെ പറയും, പിൽക്കാലത്ത് ജനങ്ങളുടെ സാമുദായിക പ്രാതിനിധ്യം സ്റ്റേറ്റിനെ സംബന്ധിച്ച് ഒരു പ്രൈമറി ഇഷ്യൂ ആണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉയർന്നു വരുന്നത് നിവർത്തന പ്രക്ഷോഭത്തെ തുടർന്നാണ്. അവിടുന്നാണ് പിന്നെ മാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അതെ പക്ഷെ ആ അതെ മാറ്റങ്ങളുടെ ഭാഗതയെ നിർണ്ണയിച്ചിരുന്ന വിഭാഗങ്ങളാണ് ഇവരൊക്കെ. അതെ അതെ പിൽക്കാലത്ത് നമുക്കറിയാം, സമാനമായ കാലത്ത് 30കളുടെ ഒടുവിൽ അല്ലെങ്കിൽ 30കളിൽ തന്നെ മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കേരളത്തിൽ വളരെ സജീവമാകുന്നു. അത് പുന്നപ്ര വയലാർ പോലെയുള്ള സമരങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഇടതുപക്ഷ ഭൂമികയും ഇതിന് സമാന്തരമായിട്ട് തന്നെ കേരളത്തിൽ വികസിച്ചു വരുന്നതായിട്ട് നമുക്ക് ഇതിന് കാണാനായിട്ട് സാധിക്കും. ഇടർച്ചകൾ ഉണ്ടാകുന്നത് എപ്പോഴാണെന്നാണ് ചോദ്യം. അതായത് പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ആഗോള രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി പല വിഷയങ്ങളുണ്ടാകുന്നു. പ്രത്യേകിച്ചും ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ ഉൾപ്പെടെ അതെ ഈ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഐക്യത്തിന് വിഘാതമാകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കുന്നു. അതായത് ഇസ്ലാമോഫോബിയുടെ എലമെൻറ്റ് ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അതെ അതിനെ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അതായത് ഏത് സാമൂഹ്യ വ്യവസ്ഥയിലും ഈ ഒരു പ്രബല വിഭാഗം, എല്ലാ കമ്മ്യൂണിറ്റികളിൽ നിന്നും ഒരു പ്രബല വിഭാഗം ഉയർന്നു വരികയും അവർക്ക് അധികാരത്തിനും അവരുടെ അധീശത്വത്തിനും വേണ്ടി ഒരു കൂട്ടായ്മയല്ല, അതൊരു എന്താ പറയുക, ഒരു കൂട്ടുകെട്ട് രൂപപ്പെടുകയും സാധാരണ ഇതും കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അതായത് ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ പ്രബലമായ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു സമ്പന്ന വിഭാഗം, നമ്മൾ പറഞ്ഞ ഒരു ജന്മിത്ത ഫ്യൂഡൽ വിഭാഗം, അവർ ഈ അതിനുള്ളിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരായിട്ട് തന്നെയുള്ള ആളുകളെ മാർജിനലൈസ് ചെയ്തുകൊണ്ട് ഒരു വിഭാഗം എമർജ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പം നിലവിലെ ഒരു ഡാറ്റ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ജനസംഖ്യ 18.38 അല്ലെങ്കിൽ അതിന് സമാനമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ജനസംഖ്യയാണല്ലോ കേരളത്തിലേത്. പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു ഒറ്റ കമ്മ്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത് കേരള സമൂഹം. പലപ്പോഴും പ്രത്യേകിച്ച് എനിക്കറിയാം, ഇതര മതസ്ഥരെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു ഒരു എന്താ പറയുന്ന ഒരു അവ്യക്തതയുണ്ട്. ഇതൊരു ഒറ്റ സമൂഹമാണ്, ഇതിനകത്ത് എന്താണ് ജാക്കോബായ, എന്താണ് മാർത്തോമായ, എന്താണ് മറ്റ് വിഭാഗങ്ങൾ, ആരാണ് കുപ്പായമുള്ളത്, കുപ്പായത്തിന് ഇടക്കെട്ടുള്ളവർ, തലയിൽ തൊപ്പിയുള്ളവർ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഒരു ഒരു അവ്യക്തതകൾ പൊതുസമൂഹത്തിനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിലെ ഈ 18 ആ വരുന്ന ജനസംഖ്യയിൽ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റികൾ ഉള്ളടങ്ങിയിട്ടുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൻ്റെ, ഇന്ത്യയിലെ ഒരു ജാതി വ്യവസ്ഥയുടെ ഉള്ളടക്കം ക്രൈസ്തവ സഭകളും നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിത് പറയാൻ ശ്രമിക്കുന്നത്, ഇതിനകത്ത് എങ്ങനെയാണ് ക്രൈസ്തവരായിരിക്കെ തന്നെ അതിനുള്ളിൽ എങ്ങനെയാണ് ഒരു ജനവിതരണം എങ്ങനെയാണെന്നുള്ളതും കൂടെ നമുക്ക് മനസ്സിലാക്കുമ്പോഴേ ഇതിൻ്റെ സങ്കീർണാവസ്ഥ മനസ്സിലാകുകയുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കനുസരിച്ച് ക്രൈസ്തവ ജനസംഖ്യയുടെ 3% ലാറ്റിൻ ക്രൈസ്തവരാണ്. 1% നാടാർ ക്രൈസ്തവരുണ്ടെന്ന് ഗവൺമെൻറ്റിൻ്റെ ഡാറ്റ പറയുന്നു. പക്ഷേ ദലിത് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ഒരു നിർദ്ദിഷ്ട ഡാറ്റയില്ല. അതുപോലെ തന്നെ പൊതുവെ സവർണ വിഭാഗം എന്ന് പറയുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ സിറിയൻ ക്രിസ്ത്യനെ സംബന്ധിച്ചും ഒരു ഡാറ്റ ഇല്ല. പക്ഷേ 3-1 നമുക്കറിയാം. പക്ഷേ ഞങ്ങളുടെ ഈ മേഖലയിൽ നിരവധി വർഷമായി, പ്രത്യേകിച്ച് 1968 ഡോക്ടർ നൈനാൻ കോശി കാസ്റ്റ് ഇൻ കേരള ചർച്ചസ് എന്ന് പറയുന്ന വലിയൊരു പഠനം നടത്തുകയുണ്ടായി. അത് തുടങ്ങി നിരവധിയായിട്ടുള്ള പഠനങ്ങൾ സഭകളും എക്യുമെനിക്കൽ മൂവ്മെൻറ്റ്സും നടത്തിയിട്ടുണ്ട്. ആ പഠനങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത് ഏകദേശം നിലവിൽ 6% ആളുകൾ ക്രൈസ്തവ സഭയിൽ ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നും മതപരിവർത്തനം ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം കേരള ജനസംഖ്യയുടെ 20 മുതൽ 25 ലക്ഷം വരെ വരുന്ന ഒരു ജനവിഭാഗമാണ് കേരളത്തിലെ ദലിത് ക്രൈസ്തവർ. പിന്നീട് ഈഴവർ അടക്കമുള്ള പിന്നോക്ക സമുദായങ്ങളിൽ നിന്ന് മതപരിവർത്തനം ചെയ്തു വന്നിട്ടുള്ള ആളുകളുണ്ട്. ആദിവാസി വിഭാഗത്തിൽ നിന്ന് മതപരിവർത്തനം ചെയ്തിട്ടുള്ള വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ വരും 2% ആ വിഭാഗം വരും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഈ പ്രബല വിഭാഗത്തിൻ്റെ ജനസംഖ്യ നമുക്ക് ഒരു 7 അല്ലെങ്കിൽ പരമാവധി 8% കരുതാനായിട്ട് പറ്റും. അതിൻ്റെ അർത്ഥം 18% വരുന്നത് ഈ പറയുന്ന സാമൂഹിക ശ്രേണിയിൽ പിന്നോക്കം നിൽക്കുന്നവരാണ്. എന്നാൽ ഈ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ ഉപരിതലത്തിലുള്ള വളരെ ന്യൂനപക്ഷം, എന്നാൽ എല്ലാ സുറിയാനി ക്രിസ്ത്യാനികളും സമ്പന്നരാണോ എന്നില്ല, നിർബന്ധമില്ല. അതിൽ തന്നെയുള്ള ഒരു
വരേണ്യ വിഭാഗമാണ് സഭയ്ക്ക് അകത്തും പൊതുസമൂഹത്തിലും അധികാരത്തിലും സമ്പത്തിലും മറ്റ് പ്രിവിലേജുകളിലും അതിശുദ്ധം പുലർത്തുന്നത്. ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഇതിൻ്റെ പേരിൽ ക്രിസ്ത്യാനികൾ ഒന്നടങ്കം തന്നെ അതിശുദ്ധത്തിന് കൂട്ടു നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവർ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയോ അല്ലെങ്കിൽ സമഭാവനയ്ക്കെതിരായ നീക്കങ്ങളെയോ മൊത്തം കമ്മ്യൂണിറ്റിക്ക് നമ്മൾ ബാധകമാക്കേണ്ട കാര്യമില്ല. അങ്ങ് ചോദിച്ചതുപോലെ ഈ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള വൈരം നിലനിർത്തുക എന്നുള്ളത് ആരുടെ ലക്ഷ്യമാണ്? അതിനകത്ത് ഈ ഉപരിവർഗത്തിൻ്റെ ലക്ഷ്യമാണ് ഭിന്നിപ്പിച്ച് നിർത്തുക. കാരണം സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പും അവരുടെ വിശ്വാസവും സമാധാനവും ശാന്തിയുമാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് കലാപങ്ങളല്ല. കലാപങ്ങൾ ആരുടെ ലക്ഷ്യമാണ്? ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്യുന്നവരുടെ ഉദ്ദേശമാണ് കലാപങ്ങൾ. അതുകൊണ്ട് ഞാൻ പറയുന്നു, കേരളത്തിൽ ആരെങ്കിലും ക്രൈസ്തവരുടെ പേരിൽ ഇന്ത്യയിലോ കേരളത്തിലോ കലാപങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഒരു തീവ്ര ക്രിസ്തു മതത്തിൻ്റെ നിലപാടിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും അവർ ആ കമ്മ്യൂണിറ്റിയുടെ വിശ്വാസത്തെയോ ആ വിശ്വാസ സമൂഹത്തെയോ പ്രദാനം ചെയ്യുന്നവരല്ല, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ പ്രദാനം ചെയ്യുന്നവരാണ്. തീർച്ചയായിട്ടും അതല്ലല്ലോ. ഒരിക്കലും ക്രിസ്തുവിൻ്റെ രീതിയോ വേദപുസ്തകത്തിൻ്റെ രീതിയോ അതും മാത്രമാണെന്നല്ല, അതിനെതിരെ നിലപാട് ശബ്ദം ഉയർത്തുക എന്നുള്ള ഒരു പ്രൊഫറ്റിക് റോളാണ് ക്രൈസ്തവർക്ക് ഉള്ളത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇപ്പോൾ മുസ്ലിങ്ങളിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി സച്ചാർ കമ്മിറ്റി ഉണ്ടായി. അതെ. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിലുടനീളം 15 പരിപാടി അവതരിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ്, UPA സർക്കാർ. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കേരളത്തിൽ അതിനോട് ചുവട് പിടിച്ചിട്ടാണ് പാലോളി കമ്മിറ്റി ഉണ്ടായത്. അതെ. ഇവിടെ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്കോളർഷിപ്പുകൾ അനുവദിക്കുന്നു. അങ്ങനെ ഒരുപാട് സംഗതികളുണ്ടായി. അതൊരു ന്യൂനപക്ഷ, അതായത് മുസ്ലിം എന്നുള്ളത് മാറ്റി ന്യൂനപക്ഷം എന്നാക്കി 20%, 80% എന്നുള്ള വിഷയം വന്നു. ഇങ്ങനെ ഈ മുസ്ലിം ക്രൈസ്തവ സംഘർഷങ്ങൾക്ക് വരെ അത് കാരണമായി. അതായത് ഒരു ശീത സമരത്തിന് അതിന് കാരണമായി. എന്തായാലും ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയും ഒരു കമ്മീഷനെ വെച്ചു, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ. ഈ JB കോശി കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇതുവരെയും പുറം ലോകം കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങയുടെ സംഘടനയൊക്കെ അതിൻ്റെ സമര രംഗത്താണുള്ളത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണ് ഇത് പൂഴ്ത്തിവെക്കുന്നത് എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിനുണ്ട്. തീർച്ചയായും. എന്താണ് അതിൻ്റെ ഒരു നേർക്കുനേരായുള്ള ഉത്തരം? നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ JB കോശി കമ്മീഷൻ ഗവൺമെൻറ്റിന് അവരുടെ കമ്മീഷൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് 999 ദിവസം പൂർത്തിയായിരിക്കുന്നു. അതായത് നാളെ അതിൻ്റെ 1000ാമത്തെ ദിവസമാണ്, ഫെബ്രുവരി 17-ന്. 1000 ദിവസം ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഒരു ഗവൺമെൻറ് പുറത്തുവിടാതെ വെച്ചിരിക്കുന്നു എന്നതിനർത്ഥം തീർച്ചയായിട്ടും അതൊരു ജനാധിപത്യ ഗവൺമെൻറ്റിന്, പ്രത്യേകിച്ച് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ തീർച്ചയായിട്ടും ആരെങ്കിലും അതിനകത്ത് സംശയങ്ങൾ കാണുകയും അല്ലെങ്കിൽ അതിനകത്ത് രാഷ്ട്രീയമോ അല്ലാത്തതോ ഉള്ള താല്പര്യങ്ങൾ സംശയിച്ചാൽ നമുക്കത് കുറ്റം പറയാനും സാധിക്കുകയില്ല. JB കോശി കമ്മീഷൻ നിയോഗിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിലെ സാമ്പത്തികവും സാമൂഹികവുമായിട്ടുള്ള പിന്നോക്കാവസ്ഥ പഠിക്കുന്നതിന് വേണ്ടിയാണ്. കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് അടക്കം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളും തന്നെ എല്ലാ ജില്ലകളും നിരവധി തവണ കമ്മീഷനെ കാണുകയും സഭകൾ ഒന്നടങ്കം അതിനകത്ത് മുൻകൈ എടുക്കുകയും ഈ ഒരു റിപ്പോർട്ടിൽ അവരുടെ ജനവിഭാഗങ്ങളുടെ സാമ്പത്തിക സാമൂഹിക അവസ്ഥയെ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഡോക്യുമെൻറ്റുകളും സമർപ്പിക്കുകയുണ്ടായി. എനിക്ക് തന്നെ നേരിട്ടറിയാം. ഞാൻ ചർച്ച് ഓഫ് സൗത്തിൻ്റെ ദക്ഷിണേന്ത്യ CSI സഭയുടെ ഒരു അംഗമാണ്. ഞങ്ങളുടെ ഡയോസിസ് ഈ ഒരു വിഷയത്തിൽ വളരെ ദീർഘമായിട്ടുള്ള പ്രോസസ്സുകൾ നടത്തുകയും ഡോക്യുമെൻറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തു. മാർത്തോമ സഭ പ്രത്യേകമായൊരു ക്വസ്റ്റ്യനെയർ തന്നെ തയ്യാറാക്കി ജനങ്ങൾക്ക് കൊടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിച്ച് ക്രോഡീകരിച്ച് കമ്മീഷന് നൽകുകയും ചെയ്തു. എനിക്കും തോന്നുന്നു ജസ്റ്റിസ് JB കോശി ഈ മേഖലയിൽ വളരെ ആഴത്തിലുള്ള അറിവുള്ള ഒരു കമ്മീഷൻ കൂടിയായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും ഈ കമ്മീഷൻ റിപ്പോർട്ടിനെ തയ്യാറാക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പ്രസക്തമായ ഭാഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അവ പൂർണ്ണമായിട്ടും ഈ ജനവിഭാഗത്തിൻ്റെ ആശങ്കകളെയും പ്രശ്നങ്ങളെയും
അത് പ്രതിനിധീകരിക്കുന്നതാണെന്ന് തൽക്കാലം നമുക്ക് പറയാൻ നിർവാഹമില്ല. എന്നിരുന്നാലും ഒരു ഗവൺമെൻറ് നിരവധി പ്രോസസ്സിനകത്തൂടെ എഫേർട്ട് എടുത്തൊരു കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കിയിട്ട് അത് വെച്ച് താമസിപ്പിക്കുന്നത് എന്തിനാണെന്നുള്ളതിൻ്റെ ഉത്തരം ഗവൺമെൻറ് തന്നെയാണ് പറയേണ്ടത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതിൽ ഏറ്റവും അധികമായിട്ട് ക്രൈസ്തവരുടെ ഇടയിൽ ദളിത് ക്രൈസ്തവ വിഭാഗം വലിയ തോതിലുള്ള ഡിസ്ക്രിമിനേഷനും ഒരു വളരെ മോശമായിട്ടുള്ള ഒരു സാമൂഹിക സാഹചര്യത്തിലുമാണ് കടന്നു പോകുന്നത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രിവിലേജുകളൊന്നും തന്നെയില്ല. ഉള്ള പല പേരുകളിലാണ് ആ കമ്മ്യൂണിറ്റി അറിയപ്പെടുന്നത്. ഷെഡ്യൂൾഡ് കാസ്റ്റ്, ക്രിസ്ത്യൻസ്, പരിവർത്തിത ക്രൈസ്റ്റേഴ്സ്, അതിന് പല രീതിയിൽ ദളിത് ക്രൈസ്തവർ പല രീതിയിലാണ്. ഇപ്പോൾ OBCയിൽ അവർ ഉൾപ്പെടുന്നുണ്ട്. ദേശീയ തലത്തിൽ വരുമ്പോൾ OEC ആണ്, അത് അതർ എലിജിബിൾ കാസ്റ്റാണ് വരുന്നത്. അവർക്കൊരു കോർപ്പറേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ ആനുകൂല്യങ്ങൾ മറ്റ് സമുദായങ്ങൾ റെക്കമെൻഡഡ് കമ്മ്യൂണിറ്റീസിനാണ് പ്രധാനമായിട്ടും പോകുന്നത്. അവരുടെ ജനസംഖ്യ നിജപ്പെടുത്തിയിട്ടില്ല. അവരുടെ സാമൂഹിക സാമ്പത്തിക പദവിയെ സംബന്ധിച്ച് ഗൗരവമായ പഠനങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പം JB കോശി കമ്മീഷൻ ഇതെല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. അത് എത്രത്തോളം ആ കമ്മീഷനിൽ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സഭകൾക്ക് അറിയാനായിട്ട് അവകാശമുണ്ട്. അതുകൊണ്ട് ആ കമ്മീഷൻ റിപ്പോർട്ട് എത്രയും വേഗം ഗവൺമെൻറ് പുറത്തു വിടുകയും അതിലെന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ വീണ്ടും ജനങ്ങളെ സമീപിച്ച് അത് സമ്പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കി എത്രയും വേഗം അത് പ്രാബല്യത്തിൽ വരുത്തുകയുമാണ് ചെയ്യേണ്ടത്. ഈ നമ്മൾ പുതിയ കാലം, പ്രത്യേകിച്ചും കേന്ദ്രം BJP ഭരിക്കുന്നു. ഫാഷിസം വലിയൊരു ഭീഷണിയായിട്ട് മതന്യൂനപക്ഷങ്ങൾക്ക് മേൽ ആധിപത്യം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഐക്യപ്പെട്ട് നിൽക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ ന്യൂനപക്ഷങ്ങളുടെ ഐക്യം തകർക്കുന്ന രൂപത്തിലുള്ള ചില സംഘടനകൾ ഈയിടെ ക്രിസ്തീയ സമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവരുടെ എണ്ണം കുറവായിരിക്കാം, പക്ഷേ അവർ നടപ്പിലാക്കുന്ന പ്രൊപ്പഗണ്ട അത് സമൂഹത്തിൽ വലിയ ഛിദ്രതയുണ്ടാക്കുന്നുണ്ട്. അത് ഇസ്ലാമോഫോബിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു വിതരണ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ കാസ ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഇത് സത്യത്തിൽ ഈ ക്രൈസ്തവർക്കിടയിൽ അത്ര സ്വാധീനം ചെലുത്തുന്നുണ്ടോ? എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്? അങ്ങ് പറഞ്ഞതുപോലെ കാസ നമ്മുടെ കേരളത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഒരു പ്രതിഭാസമാണ്. അതിനെ പൂർണ്ണമായിട്ട് ആദ്യമേ തന്നെ പറയട്ടെ, അതിൻ്റെ രാഷ്ട്രീയത്തെയും അതിൻ്റെ പ്രചരണങ്ങളെയും വിദ്വേഷ പ്രചരണങ്ങളെയും പൂർണ്ണമായിട്ടും തള്ളിക്കളയാണ് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് കേരളത്തിലെ ഒരു സഭകളും എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളും കാസയുടെ നിലപാടിനോട് യോജിക്കുകയോ അതിനോടൊപ്പം നിൽക്കുകയോ ആ പ്രചരണത്തിൻ്റെ ഭാഗമായി നിൽക്കുകയോ ചെയ്യുന്നില്ല. കാസ ഒരു ഒറ്റപ്പെട്ട അതൊരു വളരെ ജനങ്ങളുടെ ഇടയിൽ, അത് ക്രൈസ്തവരുടെ ഇടയിലും ഇസ്ലാം മതത്തിനിടയിൽ തമ്മിലുള്ള വൈരം മാത്രം നമ്മുടെ നാടിനെ ആകെ തന്നെ ആപത്തിലേക്ക് അശാന്തിയിലേക്ക് നീർത്തുന്ന ഒരു ഗൂഢ പദ്ധതിയാണ് കാസ എന്ന് മനസ്സിലാക്കുന്നുണ്ട്. മറ്റൊന്ന്, നമുക്കറിയാം ഇന്ന് സോഷ്യൽ മീഡിയയുടെ വലിയൊരു കാലഘട്ടത്തിലാണ് നുണകൾ ഉൽപ്പാദിപ്പിക്കുക, നുണകൾ പ്രചരിപ്പിക്കുക, അതുവഴി ജനങ്ങളിൽ വിദ്വേഷം കലാപവും സൃഷ്ടിക്കുക. അങ്ങനെ അത്തരത്തിൽ വരുന്ന ഒരു നിർവചനമായിരിക്കും കാസയ്ക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഓർത്തു പോവുകയാണ്, കാരണം കാസ പീലാസ എന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ച് ഏറ്റവും വിശുദ്ധമായിട്ടുള്ള രണ്ട് പദങ്ങളാണ്. അതായത് മറ്റുള്ളവർക്കിനു വേണ്ടി, അപരന് വേണ്ടി സ്വജീവൻ നൽകിയ ക്രിസ്തുവിൻ്റെ രക്തവും അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാംസവും ബലിയർപ്പിക്കുന്ന, അതിനെ പ്രതിനിധീകരിക്കുന്ന രണ്ട് പദങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന രണ്ട് വസ്തുക്കളാണ് കാസയും പിലാസയും. അപരന് വേണ്ടി ജീവൻ നൽകിയ ക്രിസ്തുവിനെ പ്രതികരിക്കുന്ന രണ്ട് പദങ്ങൾ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെ, ആ പദത്തെ ഇന്ന് ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അപരരെ നശിപ്പിക്കാനും തിന്മ പ്രചരിപ്പിക്കാനും ഉപയോഗിക്കുന്ന വൈരുദ്ധ്യം ആലോചിച്ച് നോക്കൂ. കാസ എന്ന് പറയുന്ന ഞങ്ങൾക്ക് ദേശീയ തലത്തിൽ ഒരു എക്യുമെനിക്കൽ ഓർഗനൈസേഷനുണ്ട്. അത് ചർച്ചസ് ഓക്സിലറി ഫോർ സോഷ്യൽ ആക്ഷൻ. ദുരിത കാലഘട്ടങ്ങളിൽ, സുനാമി ഉണ്ടായ സമയത്ത്, അതുപോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്ന സമയത്ത് ഏത് ഭാഗത്തും ഓടിച്ചൊല്ലുകയും ക്രൈസ്തവരെ സംഘടിപ്പിക്കുകയും അവരെ സാമ്പത്തികമായും അവരെ കരുതുകയും ആവശ്യമായിട്ടുള്ള വോളണ്ടിയേഴ്സിനെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വലിയൊരു ശ്രമം, വലിയൊരു പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനത്തിൻ്റെ പേരും കൂടിയാണ് കാസ. എന്നാൽ അതെല്ലാം ഇന്ന് കേരള സമൂഹത്തിൽ റദ്ദ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെല്ലാം റദ്ദ് ചെയ്യപ്പെട്ട് വിദ്വേഷത്തിൻ്റെ ഒരു പദമായിട്ട് അത് ചേരുന്നത് അങ്ങേയറ്റം നിരാശാജനകമാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുൻപ് ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ക്രൈസ്തവരിൽ ബഹുഭൂരിപക്ഷവും, ഞാൻ ധൈര്യമായിട്ട് പറയുന്നു, ഏത് ഡേറ്റയും നമുക്ക് പറയാം, കാരണം കേരള കൗൺസിൽ
കൗൺസിൽ ഓഫ് ചർച്ചസ് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇത്രയേറെ സഭകളുണ്ട്. ഓരോ സഭകളുടെയും ചലനങ്ങൾ ഞങ്ങൾ സൂക്ഷ്മമായിട്ട് പരിശോധിക്കാറുണ്ട്. എന്നാൽ കാസ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ പലപ്പോഴും ഞാൻ ഒരു 100 പേര് പോലും അതിലുണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ 100 പേര് വേണ്ടല്ലോ ഇവിടെ കലാപങ്ങളും നുണ പ്രചരിപ്പിക്കും. രണ്ട് പേരോ 10 പേരോ വിചാരിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നുണയെ, വിദ്വേഷത്തെ ലോകമാകെ പ്രചരിപ്പിക്കാൻ കഴിയും. അതിൻ്റെ പിന്നിലുള്ളത് തീർച്ചയായിട്ടും ഒരു ഫാഷിസത്തിൻ്റെ ഒരു പ്രേരണ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ അവർ ആള് കുറവാണെങ്കിലും അവർ സ്വാധീനിക്കപ്പെടുന്നുള്ളതാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്പം മുസ്ലിം സമുദായത്തിനകത്ത് പലപ്പോഴും തീവ്രവാദ പ്രവണതകൾ ഉണ്ടാവാറുണ്ട്. ആ പ്രവണതകളെ നഖശിഖാന്തം എതിർക്കുന്ന രീതിയിലാണ് മതപണ്ഡിതന്മാർ പള്ളികളിലും മഹല്ലുകളിലൊക്കെ പ്രസംഗിക്കാറുള്ളത്. അതിനുവേണ്ടി ക്യാമ്പയിൻ നടത്താറുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ ഇറാഖിൽ നടന്ന സംഭവത്തിനെതിരെ ഇവിടെ നമ്മളെന്ത് ചെയ്യും, അത് ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ക്യാമ്പയിൻ നടത്താറുണ്ട്. IS ഇസ്ലാമല്ല എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ ഇവിടെ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതായത് കേരളത്തിൽ ഏതെങ്കിലും നിലക്ക് മുസ്ലിം സമുദായത്തിനിടയിൽ തീവ്രവാദ പ്രവണതകൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ പണ്ഡിതന്മാരാണ് രംഗത്തിറങ്ങാറുള്ളത്. പക്ഷേ ദൗർഭാഗ്യവശാൽ ക്രൈസ്തവ സമൂഹത്തിൽ ഇപ്പോൾ PC ജോർജിനെ പോലുള്ളവർ എന്തെങ്കിലും വിദ്വേഷം പറയുമ്പോൾ അത് ഞങ്ങളുടെ നിലപാടല്ല എന്ന് പറയാൻ ഈ പുരോഹിതന്മാർ വരുന്നില്ല എന്ന് മാത്രമല്ല, നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ് പോലെയുള്ള ഈ പ്രൊപ്പഗണ്ടകളെ ഈ ക്രൈസ്തവ പുരോഹിതന്മാർ ഏറ്റെടുക്കുകയും ഈ പ്രൊപ്പഗണ്ടയുടെ പേരിൽ ഇറങ്ങുന്ന സിനിമകൾ പോലും ഈ ഇടവകളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യത്തിൽ വളരെ ഭീതിജനകമായൊരു കാര്യമാണത്. എങ്ങനെയാണ് ഈ പുരോഹിതന്മാർ ഇതിൽ സ്വാധീനിക്കപ്പെടുന്നത്? സ്വാഭാവികമായിട്ടും അത് സഭയുടെ അല്ലെങ്കിൽ ഇവരുടെ അഭിപ്രായമായിട്ട് വരികയാണ്. അപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ ഈ ക്രൈസ്തവ സമൂഹത്തെ ഒറ്റ സമൂഹമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇത് പുരോഹിതന്മാരിൽ നിന്നിങ്ങനെ വരുമ്പോൾ അത് ക്രൈസ്തവരുടെ അഭിപ്രായമായിട്ട് തോന്നുകയും അവരുടെ ഉള്ളിൽ ക്രൈസ്തവർ വിരോധം ഉണ്ടാവുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. എങ്ങനെയാണ് ഇതിനെ മറികടക്കാനാവുക? തീർച്ചയായിട്ടും ഇത് അങ്ങ് ഉന്നയിച്ചത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. ഞാനതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല, പക്ഷേ ഞാനതിൻ്റെ പ്രസക്തിയെ തീർത്തും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പ്രസ്താവന നടത്തുന്നത്. എന്നാൽ അത് വിതയ്ക്കുന്ന വിത്തുകൾ പല രീതിയിൽ നമ്മുടെ സഭകളിലും പുരോഹിതരിലും വിശ്വാസ സമൂഹങ്ങളിലും സാവധാനം പൊട്ടിമുളയ്ക്കാനായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ പൊട്ടിമുളയ്ക്കുന്നതും കാണാതിരുന്നു കൂടാതെ അതൊരു ഗൗരവമായ സാഹചര്യം തന്നെ. എന്നിരുന്നാലും ഈ ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ഞാൻ പറഞ്ഞില്ല ഒട്ടേറെ താല്പര്യങ്ങളുണ്ട്. രാഷ്ട്രീയത, ഞാൻ അങ്ങ് ഉപയോഗിച്ച പേര് പറയാൻ പോലും ഞാൻ ആ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് പറയുന്നത് പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിലഷണീയമായ സംഗതിയാണ്. ഞാനത് ഉപയോഗിക്കുകയാണ്. കാരണം അത് പറയുമ്പോൾ പോലും അദ്ദേഹത്തിന് വീണ്ടും ഒരു പ്രചരണം കിട്ടുകയാണ്. ഞാൻ അദ്ദേഹത്തിന് പ്രചരണം നൽകാനോ നൽകാതിരിക്കാനോ ആളല്ലെങ്കിൽ പോലും എൻ്റെ നാവ് കൊണ്ട് ആ പേര് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അങ്ങനെ രാഷ്ട്രീയ താല്പര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ അത് വലിയ തോതിൽ, പക്ഷേ എന്നിരുന്നാലും ഇതിന് അനുകൂലമായിട്ട് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മുടെ ഇൻ്റർവ്യൂ നടക്കുന്നതിന് തലേ ദിവസം ഇന്നലെ ഞാൻ മാരാമൺ കൺവെൻഷനിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. മാരാമൺ കൺവെൻഷൻ ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സംഘമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായിട്ടുള്ള സംഗമമാണ്. വിശ്വാസത്തിൻ്റെ ആഘോഷമാണ്. ആ മണൽപ്പുറത്തെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്നിട്ടുള്ള പ്രഭാഷണങ്ങൾ കേൾക്കണം. അത് നീതിക്കും സമാധാനത്തിനും വേണ്ടിയിട്ടുള്ളതാണ്. അപരരെ സ്നേഹിക്കുന്നു. മാരാമൺ കൺവെൻഷൻ്റെ ഈ വർഷത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ അഭിവന്ധ്യ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം ആ പ്രസംഗം അവസാനിപ്പിക്കുന്നത് ഞാനും നിങ്ങളും അവരും എന്നല്ല, നമ്മൾ എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് പ്രവേശിക്കണമെന്നാണ്. അതാണ് സഭയുടെ നിലപാട്, അതാണ് സഭാവിശ്വാസികളുടെ നിലപാട് ഭൂരിപക്ഷം. പക്ഷേ ഞാൻ അങ്ങ് പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു വിഭാഗം 1% അല്ലെങ്കിൽ 0.00 അല്ലെങ്കിലൊക്കെ പറയാവുന്ന ചെറിയൊരു ശതമാനം ആളുകൾ അവരുടെ സ്വകാര്യ ഇടങ്ങളിൽ സ്വകാര്യ താല്പര്യങ്ങളിൽ നിന്നുകൊണ്ട് രാഷ്ട്രീയം, അതിനകത്ത് ചില മതമേലധ്യക്ഷന്മാരുമുണ്ട്. അപ്പം അങ്ങ് സൂചിപ്പിച്ച പോലെ ലവ് ജിഹാദ് പോലെയുള്ള കാര്യങ്ങൾ ഈ കേരള മണ്ണിൽ വിദ്വേഷത്തെ പ്രചരിപ്പിച്ച മതമേലധ്യക്ഷന്മാർ പോലും ഉണ്ടെന്ന് നമ്മൾ ഓർക്കണം. തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ താല്പര്യമുണ്ട്. ആ ലവ് ജിഹാദ് സൂചിപ്പിച്ചതുകൊണ്ട് മാത്രം ഞാനൊരു കാര്യം പറയാം. ഈ ലവ് ജിഹാദ് വാസ്തവത്തിൽ സ്വന്തം അംഗങ്ങളെ, സ്വന്തം വിശ്വാസികളെയാണ് വാസ്തവത്തിൽ അത് ഭയപ്പെടുത്തുന്നത്. അതായത് സ്വന്തം പെൺകുട്ടികളെ അധിക്ഷേപിക്കുക കൂടിയാണ് അവിടെ. തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാമല്ലോ, കാസ്റ്റ് എന്ന് പറയുന്നത് സഭകളിൽ ഒരു യാഥാർത്ഥ്യമാണ്.
ഞങ്ങൾ അതിനെതിരെയാണ് പോരാടുന്നത്. അത് ഏതെങ്കിലും ഒരു വിഭാഗം മാത്രമല്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാ മനുഷ്യരും ഏത് ഡിസ്ക്രിമിനേഷനും എതിരാണ്. അത് ജാതിയാവട്ടെ, ലിംഗവിവേചനമാകട്ടെ, ഏത് തരത്തിലുള്ള സാമൂഹ്യ വിവേചനങ്ങൾക്കും എതിരായ നിലപാടാണ് ഒരു ക്രൈസ്തവ വിശ്വാസിക്കുള്ളൂ. നിർഭാഗ്യവശാൽ ആ സഭയ്ക്കുള്ളിൽ ഞാൻ മുൻപ് സൂചിപ്പിച്ച പോലെ വിവേചനത്തിൻ്റെ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ജാതി എന്ന് പറയുന്നത്. ജാതി എന്ന് പറയുന്നത് എൻഡോഗമിയാണ്. ഈ എൻഡോഗമി നിലനിൽക്കുന്നത് നമുക്കറിയാം, അത് സ്ത്രീകളുടെ ലൈംഗിക വിശുദ്ധിയിലാണ് നിലനിൽക്കുന്നത്. അത് കലർപ്പില്ലാതാക്കി നിർത്തുക എന്നുള്ളതാണ് മതങ്ങൾ എല്ലാ കാലത്തും ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ തങ്ങളുടെ തലമുറ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിലേറെ മുന്നോട്ട് വരികയും അവരുടെ ജീവിത സന്ധാരണത്തിനും അല്ലെങ്കിൽ വിജ്ഞാന അന്വേഷണത്തിൻ്റെയും ഭാഗമായി ഒരു ആഗോള സമൂഹത്തിലേക്ക് പറന്നിറങ്ങുകയും ചെയ്യുകയാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്തിലേക്കും ധൈര്യപൂർവ്വം തങ്ങളുടെ ആഖ്യാനത്തെ മുൻനിർത്തിക്കൊണ്ടുവരുന്ന ക്രൈസ്തവ യുവതികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ പാരമ്പര്യങ്ങളും അവരുടെ ജാതിബോധങ്ങളും എല്ലാം വാസ്തവത്തിൽ താഴെ വീണ് പൊട്ടിച്ചിതറാനായിട്ടുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഇതിനെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്നുള്ള ഒരു പാരമ്പര്യവാദങ്ങൾ സഭയ്ക്കകത്തുണ്ട്. അതായത് ഞങ്ങളുടെ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ ആഠ്യത്വത്തിനും വെളിയിൽ പോയി കഴിഞ്ഞാൽ നശിച്ചു പോകുമെന്ന് പറഞ്ഞൊരു പ്രചരണമുണ്ട്. അതിനെന്താണ് പറയുക? പണ്ട് നമുക്കറിയാമല്ലോ, കേരളത്തിൽ നമുക്കറിയാമല്ലോ, പണ്ട് അയ്യങ്കാളി പേടി, പണ്ട് ചില സവർണ സമുദായങ്ങളുടെ അയ്യങ്കപ്പാളി പേടി ഉണ്ടായിരുന്നു. അയ്യങ്കാളി പിടിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞതുപോലെ ഒരു അപരത്വം നിർമ്മിക്കുകയാണ്, ഒരു ഭയത്തിന്. അങ്ങനെ ഇന്ന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു അപരത്വമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവരുടെ സമുദായത്തിനുള്ളിലെ എൻഡോഗമിയെ നിലനിർത്താൻ അവരുടെ തന്നെ സ്ത്രീകളെ, പെൺകുട്ടികളെ തങ്ങളുടെ വരുതിക്കും ഭാവനകൾക്കും ഉള്ളിൽ തളച്ചിടുന്ന ഒരു പരിശ്രമമാണ്. അതിന് നൽകുന്ന ആഖ്യാനമാണ് വാസ്തവത്തിൽ ഈ പറയുന്ന ലവ് ജിഹാദ്. ഇതിനെതിരെ നിങ്ങളുടെ കൂട്ടായ്മ എന്താണ് ചെയ്യുന്നത് എന്നൊരു വാസ്തവത്തിൽ ലവ് ജിഹാദ് ഈ ചർച്ച കേരളത്തിലൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെടാറുണ്ട്. ഏത് പള്ളിയിൽ അത് നടന്നത്? ഏത് സഭയിൽ അത് നടന്നത്? എൻ്റെ സഭയിൽ, ഞാൻ മുൻപ് പറഞ്ഞല്ലോ, എൻ്റെ സഭയിൽ അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അറിയത്തില്ല. ഒരു തെളിവും. ഈ കേരള സമൂഹം ചർച്ച ആണല്ലോ. ഇനി സ്ത്രീ ഇവിടെ ചിലപ്പോൾ പ്രണയ വിവാഹങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വിവാഹങ്ങൾ നടക്കുന്നുണ്ടാവും. പക്ഷേ മനുഷ്യനുണ്ടായ കാലം തൊട്ടതുള്ളതാണ്. പക്ഷേ എവിടെയാണ് എൻ്റെ അറിവിൽ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏകദേശം ഒരു വിദ്യാർത്ഥി ആയിരിക്കുന്ന കാലം മുതൽ കേരളത്തിലെ എക്യുമെനിക്കൽ പ്രസ്ഥാനങ്ങളും ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും എല്ലാം പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഞങ്ങളുടെ ആരുടെയും ശ്രദ്ധയിൽ ഇത്രയും വിഷയങ്ങൾ വന്നുപെട്ടിട്ടില്ല. അത് സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ചാൽ അത് കാണിക്കുന്നത് തങ്ങളുടെ അപ്രമാദിത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്കും അല്ലെങ്കിൽ പുതിയ ലോകത്തിൻ്റെ സാധ്യതകളിലേക്കും പറന്നുയരുന്ന ഒരു തലമുറ വരുമ്പോൾ അവരെ പാരമ്പര്യത്തിനുള്ളിലേക്കും തങ്ങളുടെ താല്പര്യത്തിനുള്ളിലേക്കും വെട്ടിച്ചുരുക്കുക എന്നുള്ള ആഗ്രഹത്തിൽ നിന്നാണ് ഇത്തരം അപരത്വ ഭീഷണികൾ ഉണ്ടാകുന്നത്. ഈ അടിച്ചമർത്തപ്പെട്ട, അദൃശ്യവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ് അങ്ങ്. ഇപ്പോൾ ഈ കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് ഈ വിഭാഗത്തെ അഭിസംബോധന ചെയ്യേണ്ടത് എന്നാണ് അങ്ങ് കരുതുന്നത്? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് അത് വലിയ തോതിൽ നിരാശാജനകമായ ഒരു അവസ്ഥയാണുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് LDF ആവട്ടെ, UDF ആവട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പലപ്പോഴും അവരുടെ ഈ ഇലക്ട്രൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി പ്രബല വിഭാഗങ്ങളുടെ ഉന്നത ശ്രേണികളെ മാത്രമേ അന്വേഷിച്ചിറങ്ങാറുള്ളൂ. അതാണ് കേരളത്തിലെ ഒരു നടപ്പ്. ഒരു ഇലക്ഷൻ വരുമ്പോൾ നമ്മളിപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പം കേരളത്തിലെ പ്രബല ഹൈന്ദവ സംഘടനകളുടെ നേതാക്കളെ അത് സംബന്ധിച്ച് ഒട്ടേറെ വിവാദങ്ങൾ നടക്കുകയും കൂടിയാണല്ലോ. അതുപോലെ തന്നെ മതമേലധ്യക്ഷന്മാരുടെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ മുഴുവനും വോട്ട് സമാഹരിക്കാമെന്നുള്ളതാണ്. വാസ്തവത്തിൽ അത് നിരർത്ഥകമായിട്ടുള്ള സംഭവം. ഒരുപക്ഷെ മുൻ കാലഘട്ടങ്ങളിൽ അതൊക്കെ സാധ്യമായിരിക്കാം, ഒരു ഇടയലേഖനമൊക്കെ. പക്ഷേ ജനങ്ങൾ ഇന്ന് സ്വതന്ത്രമായി ചിന്തിക്കുന്നതാണ്. വിശ്വാസ സമൂഹം ഒരു മെത്രാൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയുടെയോ തീട്ടൂരങ്ങൾക്ക് നിന്നു കൊടുക്കുന്ന ആളുകളല്ല. അവർ നീതിക്കും സമാധാനത്തിനും ജനാധിപത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. അങ്ങനെ വരുമ്പോൾ ആ സമുദായത്തിൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ അങ്ങ് സൂചിപ്പിച്ച ദരിദ്ര വിഭാഗത്തിലോ അല്ലെങ്കിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന ക്രൈസ്തവർ ഏകദേശം 20 ലക്ഷത്തിലധികം വരും. ആരാണ് അവരുടെ നേതാവ്? അവരുടെ നേതാക്കൾ അവർ തന്നെയാണ്. ജനങ്ങളാണ് അവരെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ജനങ്ങളുടെ പ്രശ്നങ്ങളെ നേരിട്ടറിയാന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തനം.
ആ രാഷ്ട്രീയ പ്രവർത്തനം ഇന്ന് കേരളത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, ചിലപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ 3%, 4% വ്യത്യാസം എന്നൊക്കെ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നിൽക്കുകയാണ്. നേരിയ വ്യത്യാസത്തിലാണ് നമ്മുടെ കേരളത്തിലെ ഭരണം പോകുന്നത്. വാസ്തവത്തിൽ ഈ ഭരണത്തിൽ ഒരു അദൃശ്യ ജനവിഭാഗങ്ങളുണ്ട്. അവർ ചെറുതല്ല. അത് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും അവർ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങൾ അവരുടെ രാഷ്ട്രീയ ഇച്ഛ നൽകും. ഞാൻ പറഞ്ഞത് അവരെല്ലാം സ്വതന്ത്രമായി ഇതിൽ നിന്ന് മാറി ചിന്തിക്കുന്നില്ല. അതിനകത്ത് ഇടതുപക്ഷ നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. കോൺഗ്രസ് ഈ ആളുകളെന്ന് പറഞ്ഞാൽ അവരുടെ സാമ്പത്തിക സാമൂഹിക ആഗ്രഹം മാത്രമല്ല, അവർക്ക് പ്രത്യയശാസ്ത്ര ബോധങ്ങളുണ്ട്, രാഷ്ട്രീയ ബോധങ്ങളുണ്ട്. അത് ഇടതുപക്ഷത്തിലാവാം, കോൺഗ്രസ്സിലാവാം. എന്നാൽ അവരുടെ പ്രത്യയശാസ്ത്ര അഭിനിവേശങ്ങളെ, താല്പര്യങ്ങളെ മാനിച്ചുകൊണ്ട് ആ ജനതകളുടെ പ്രശ്നങ്ങളെ, ഇപ്പോൾ ഉദാഹരണം നമ്മൾ മുൻപ് സംസാരിച്ച JB കോശി കമ്മീഷൻ അങ്ങനെയുള്ളൊരു കമ്മീഷൻ റിപ്പോർട്ടായിരുന്നു. എന്തിനാണ് ആ റിപ്പോർട്ട് വെച്ചത്? ഈ പിന്നാക്കാവസ്ഥ പരിഹരിക്കാനാണ്. എത്രയും വേഗം ഉടനടി അത് പരിഹരിക്കേണ്ട ഒരു ഗവൺമെൻറ്റാണ് വാസ്തവത്തിൽ LDF ഗവൺമെൻറ് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. പക്ഷേ എന്താണ് അതിന് ആ റിപ്പോർട്ട് പോലും വെളിയിൽ വരാതിരിക്കുന്നത്? അതിൻ്റെ അർത്ഥം അതീവ എന്താ പറയുക, താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഇച്ഛകളെയും ആഗ്രഹങ്ങളുടെയും നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഫലിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അവർ കരുതുന്നത് അവരൊരു മതവിഭാഗമായതുകൊണ്ട് ആ മതത്തിൻ്റെ മേലധ്യക്ഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഇച്ഛകളെ അത് പ്രദാനം ചെയ്യുന്നുണ്ട്. ആ രാഷ്ട്രീയം കേരളത്തിൽ അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പാർട്ടികൾ, മുഖ്യധാരാ പാർട്ടികൾ, ഞാൻ മുഖ്യധാരാ പാർട്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ആ പാർട്ടിക്കകത്ത് ഫാഷിസ്റ്റ് പാർട്ടികൾ ആരും തന്നെ ഇല്ല കേട്ടോ. ആ മുഖ്യധാരാ പാർട്ടികൾ, അത് UDF ആവട്ടെ LDF ആവട്ടെ, ഈ ജനവിഭാഗങ്ങളെ അഭിസംബോധന ചെയ്യുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം കൊയ്യാൻ പോകുന്നത് ഒരുപക്ഷെ അപകടകരമായിട്ടുള്ള രാഷ്ട്രീയങ്ങൾ ആവാം. ഈ സാഹചര്യം കൂടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഓക്കെ, എന്തായാലും അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം ഭാവുകങ്ങൾ നേരുകയാണ്. കുറച്ച് സമയം ഞങ്ങളുമായി സംവദിച്ചതിന് നന്ദി. താങ്ക് യു.